വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മന്ത് ലാസ്റ്റ് നാട്ടിൽ പോകുന്നത്. അങ്ങനെ സമയം ഇവിടെ വേഗം കഴിഞ്ഞതറിഞ്ഞില്ല. നമ്മൾ ഇനി ഏതാനും മണിക്കൂറുകൾക്കകം നാട്ടിൽ പോവുകയാണ് ഇൻഷാ അല്ലാ. ആൻഡ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അതൊരു വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് പോകുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ആൻഡ് നമ്മൾ കൂടുതലും രാത്രിയല്ല ഒരു ഈവനിങ് ടൈമിലാണ് കൂടുതലും നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാറ്. കാരണം ഇവിടെ നല്ല ചൂടായതിനെ കൊണ്ട് രാവിലെ പുറത്ത് പോകാമെന്ന് പറയുന്ന കാര്യമൊന്നും പോസിബിൾ അല്ല. ആൻഡ് കഴിഞ്ഞ തവണ ഞാൻ സെഫോറ പോയപ്പോൾ അവിടുന്ന് ഒരു ഫൗണ്ടേഷൻ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു നീ നാട്ടിലൊക്കെ പോവില്ലേ, അപ്പോൾ വാങ്ങാൻ വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വൈകിക്കണ്ട, വേഗം തന്നെ വാങ്ങാമെന്ന് കരുതി. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുന്ന് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ അത് വാങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്യാനുള്ളൊരു ടൈമായിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളും അത്യാവശ്യം ടയേർഡായിരുന്നു. സോ നമ്മളിനി ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഷോപ്പുകളെല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ കരുതി. അങ്ങനെ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് സൺഡേ ആണ്. ആൻഡ് ഇന്നത്തോടു കൂടി നമുക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. കാരണം ഇനി നമ്മുടെ കയ്യിൽ അധികം ദിവസങ്ങളില്ല. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. ബട്ട് എനിക്ക് ഇവിടുന്ന് ഒരു ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ സൈസ് ഇവിടെ അവൈലബിൾ അല്ല. അവരുടെ വേറൊരു ഔട്ട്ലെറ്റിൽ അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇബ്നു ബത്തൂത്ത മാളിലായിരുന്നു. ഈ മാള് കാണാൻ നല്ല ഭംഗിയാണ്. ഈ മാളിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ 14th സെഞ്ച്വറിയിൽ ഒരു എക്സ്പ്ലോറർ ആയിട്ടുള്ള ഇബ്നു ബത്തൂത്ത പറയുന്ന ഒരാളുടെ ജേണീനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഈ മാൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ മാളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 6 തീംഡ് കോട്ട്സ് ആയിട്ടാണ്. ഇന്ത്യ, ചൈന, പേർഷ്യ, ഈജിപ്ത്, ആൻഡലൂഷ്യ, തുനീഷ്യ പറഞ്ഞിട്ട് 6 കോട്ട്സ് ആയിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളിയാണ് ഓരോ കോർണേഴ്സും കാണാനും വേണ്ടിയിട്ട്. ബട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ വേഗം പോയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങി. ആൻഡ് നമ്മളിനി അധികം ടൈം കളയാതെ തന്നെ വേഗം ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. ആൻഡ് നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം.